ഇതാണ് ബെഡ്റൂം. കാണിച്ചേ പപ്പ അവിടെ എന്താ നിലത്ത് പടം വരച്ചിട്ടിരിക്കുന്നേ? അല്ല, ആ CA മരിച്ച വീട്ടിലേക്ക് നമ്മള് താമസം മാറുന്നേ. ഇവിടെ ആ ഒരു പൊട്ടസേ ഉള്ളൂ. കേസ് കഴിഞ്ഞാൽ നമുക്ക് അലോട്ട് ചെയ്യും. നിങ്ങൾ ഒറ്റക്ക് അങ്ങ് പുറത്ത് മതിയാവട്ടെ. ഞാനും എന്റെ മോന് ഇവിടെ തന്നെ നിന്നോളാം. പോലീസുകാരന്റെ പ്രേതല്ലേ, നിങ്ങൾക്ക് പറ്റിയ കമ്പനി ഇരിക്കും. ഞാൻ വേഗം കൊണ്ട് കൊടുത്തിട്ട് വരാം. ശരയോ? ശരയല്ല, ശരത്ത്. ആ നാടകം കഴിഞ്ഞു. ഇനി പുതിയ വല്ലതും ഉണ്ടാ സുജായസേ? എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഈ യൂണിഫോം അടിച്ച് ഇൻട്രോഗേഷൻ റൂമിലോട്ട് പോവാ. കാരണം കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. CI ബിനു അലക്സിന്റെ ഫോണത്. ആദ്യത്തെ ദിവസം എൻ്റെ കയ്യിൽ വന്ന തെളിവത്. കൊല്ലാനും മാത്രമുള്ള കളിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാറേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് നീയല്ലേ? ഇത് നീയല്ലേ എന്ന്? കൊന്നത് ഇവനാണെന്നാണോ നീ പറയാൻ പോണേ? സംഭവ ദിവസം രാത്രി ഇവന്റെ മിനി കൂപ്പർ പോയി കഴിഞ്ഞ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബിനു അലക്സിന് വെടിയേറ്റത്. മുന്നം തട്ടാതെ വെടിവെച്ചതാരെന്നല്ലേ? പോലീസ് അക്കാഡമിയിൽ പഠിക്കുമ്പോൾ റൈഫിൾ ടെസ്റ്റിൽ സ്പെഷ്യൽ മെഡൽ വാങ്ങിയ സുജായസ്. അക്കാഡമിയിൽ വെച്ച് ഗണ്ണായിരുന്നു അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് വെപ്പൺ. സാർ, ഞാനല്ല, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കെല്ലാം അറിയാം. ഈ ബിനു അലക്സായിട്ട് ഇടപാട് തുടങ്ങിയിട്ട് എത്ര കാലമായി? പോലീസിൽ ചേരുന്നതിന് മുമ്പ് ബിനു അലക്സിനെ നിനക്ക് പരിചയമില്ലേ? അത് ബിനു സാർ കുറവിലങ്ങാട്ട്. ഷോർണോ? നിനക്ക് അറിയോ? അറിയോ? അറിയും. +2 പ്രായം മുതലേ ബിനു അലക്സിന് അറിയാം. കുറവലങ്ങാട് ജ്യോതി ഭവനിലെ സുജായസിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അന്ന് അവിടത്തെ SA ആയിരുന്ന ബിനു അലക്സ അല്ലേ? സാറേ, അതിനിപ്പോ എന്താ?
അതുകൊണ്ടും തീർന്നില്ല. ട്രാഫിക്കിൽ 3 വർഷം തികയുന്നതിന് മുമ്പ് സ്പെഷ്യൽ ട്രാൻസ്ഫർ സ്വന്തം സ്റ്റേഷനിലേക്ക്. എടാ കൊച്ചനെ, നീ അവർക്കിടയിൽ വൈകി വന്നൊരു കട്ടുറുമ്പ. നിന്നെ ഇവിടെ ഡമ്മി പ്രതിയാക്കി എന്തിനാണെന്നറിയോ? നിന്നെ പോലീസുകാർ കാണാതെ ഒളിപ്പിച്ചു വെച്ച് എന്തിനാണെന്നറിയോ? അവള് പിടിക്കപ്പെട്ട കുറ്റം നിന്റെ തലയിലിടാൻ. ക്വാർട്ടേഴ്സിലുണ്ടായ വഴക്ക് കൊലപാതകത്തിനുള്ള മോട്ടീവാണല്ലോ. സാർ നോണ പറയരുത്. നിനക്ക് കള്ളത്തരം കാണിക്കാം. മാഡം, ഈ ഷൂ ഒന്ന് ട്രൈ ചെയ്തേ. ട്രൈ ഇട്ടേ. അടുക്കളപ്പുറത്തെ കുഴിയിലും മഴവെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ഈ ഷൂവിന്റെ പ്രിന്റ് ഫോറൻസിക്കുകാർക്ക് അന്ന് കിട്ടിയില്ല. വെള്ളം വലിഞ്ഞപ്പോൾ തെളിവ് താനെ പൊന്തി വന്നു. കൃത്യം സൈസ്. എനിക്ക് ഉറപ്പായിരുന്നടാ ബിനു അലക്സ് തീർന്നത് ഒരു പെണ്ണിന്റെ കൈ കൊണ്ടാന്ന്. ബിനുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടർ ഗിരീഷ, സർജൻ. അയാളൊരു വട്ട് കേസാ. പുള്ളി പറഞ്ഞത് എന്താണെന്നറിയോ? ബിനു അലക്സ് മരിക്കുന്ന സമയത്ത് അയാളുടെ ബോഡിയിൽ പേടിയുടെ ഹോർമോണുകളല്ലായിരുന്നു എന്ന്. ഇഷ്ടവും കൊതിയും ആർത്തിയും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണില്ലേ, ഡോപ്പമിൻ, അതായിരുന്നു എന്ന്. അപ്പോൾ സുജയ്, ആവശ്യത്തിനുള്ള തെളിവുകളൊക്കെ കുഞ്ഞുമോൻ ഇപ്പോൾ വരും. അപ്പോൾ എന്തിനാ ഏതിനാ എവിടെ വെച്ച എന്താ കാര്യങ്ങളെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, പള്ളി പുള്ളി വിടാതെ. മനസ്സിലായോ? ആ, സുജായസ് കാണാത്ത വേറൊരു പ്രധാനപ്പെട്ട തെളിവും കൂടിയുണ്ട്. ഇത് നിന്റെ അല്ലേ? സ്വർണത്തേക്കാൾ വിലയുണ്ട് ഈ തെളിവിന്. നീ പോലീസ് സ്റ്റൈലിൽ എല്ലാ ഫിംഗർ പ്രിൻറ്റ്സും അങ്ങ് മാറ്റി കളഞ്ഞു. പക്ഷെ ഇത് നിന്റെ മോതിരമല്ലേ? ഇത് നിന്റെ മോതിരമല്ലേന്ന്. സുജാ എസിന്റെ അല്ലേ ഈ മോതിരൊന്ന്? തല്ലി പറയിപ്പിച്ചാലേ നീ പറയൂ. ആൺ പോലീസ് തല്ലിന്നുണ്ട, തല്ലി പറയിപ്പിക്കേ. ഡിവോഴ്സിൻ്റെ പേപ്പേഴ്സ് ഒന്ന് കൈ കെട്ടിക്കോട്ടെ. ഈ കഴുത്തിൽ ഒരു മിന്നും കൂടി കെട്ടും. അതുവരെ പ്രാരാബ്ദങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിലുണ്ടായിരുന്നുള്ളൂ. അയാൾ വന്നതോടെ രഹസ്യങ്ങളുടെ ഭാരം കൂടി ചുമക്കേണ്ടി വന്നു. കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ സ്റ്റാറ്റസിന് കുറവ് വരാതിരിക്കാനാണ് ഞാൻ SI ടെസ്റ്റിന് പഠിച്ചേ. ചിലപ്പോൾ സുജയില്ലാത്തപ്പോഴൊക്കെ അയാൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ വരും. അയ്യോ, സുജ 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 അങ്ങോട്ടേക്ക് മാറി.
അയ്യോ നീ അതെ ഞാൻ തന്നെ. നീ എന്താ ടി ജി രവിയെ കണ്ട ജയഭാരതിയെ പോലെ അല്ല ഇത് ചേച്ചി ഫുള്ള് ആ ഇന്ന് പാട്ടിന്റെ മൂടാണ്. ആ. അതെ നീ പോയിട്ട് ചായ ഇട്. ആ പാട്ടൊക്കെ നോക്കാം പ്ലീസ്. എടി നോഫാക്കടി. നീ ചായ ഇടുമ്പോഴത്തേക്ക് ഞാൻ കുളിച്ചു. സുജയുടെ ജീവിതം തകർക്കാനായിരുന്നു പ്ലാനെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെല്ല്. പള്ളിപ്പെരുന്നാളിന് കടയിൽ അപ്പനെ സഹായിക്കാനെന്നും പറഞ്ഞ് ലീവ് എടുത്ത് ഞാൻ പോയത് എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയാനായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ കാല് പിടിച്ചതാ. ഡിവോഴ്സ് കേസിന് പ്രശ്നമാകുന്ന കള്ളം പറഞ്ഞിട്ട് അയാൾ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചേ. സുജയോട് പോലും പറയാതെ ഞാൻ എല്ലാം മറച്ചു വെച്ചത് അയാൾ പറഞ്ഞിട്ടാ. അന്ന് എനിക്ക് വനിതാ ഹെൽപ്പ് ഡെസ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ബർത്ത്ഡേ നൈറ്റിൽ സുജയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു പോകാനാണ് ഞാൻ വന്നത്. കാലത്ത് തന്നെ ഗിഫ്റ്റ് വാങ്ങി അലമാരക്കടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ തൻ്റെ ശരിക്കും സീരിയസാണ്. അവരുടെ പ്രൈവസിയിലോട്ട് ചെന്ന് കയറണ്ടെന്ന് കരുതിയ ഞാൻ മാറി നിന്ന്. ആ സമയത്ത് എന്തവിടെ അയാളെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ അന്ന് കർത്താവ് മുന്നിൽ കൊണ്ട് നിർത്തി. സർപ്രൈസ് എനിക്ക് പിന്നെ ബർത്ത്ഡേ എന്നല്ല നമുക്ക് ഇഷ്ടമുള്ള സർപ്രൈസ് കൊടുക്കണ്ടേ. സോ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സർ. എൻ്റെ ഡിവോഴ്സ് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ചായിട്ട് തന്നോട് സംസാരിക്കാനിരിക്കായിരുന്നു. പക്ഷേ എപ്പോഴും തൻ്റെ കൂടെ ആ ഗ്ലൈനൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കണം. താൻ എൻ്റെ കൂടെ നിൽക്കണം പ്ലീസ്. എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നി. ചത്ത് കളയണതിന് മുമ്പ് ഞാൻ വെറും പൊട്ടിയല്ലെന്ന് അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കണം തോന്നി. തല്ലിയാലും വരട്ടിയാലും നീയൊന്നും പറയില്ലെന്നറിയായിരുന്നു. അതാ പഴയ ബൈബിൾ കഥയിലെ സോളമൻ്റെ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചേ. പുള്ളിക്ക് ഷേബ രാജകുമാരി 2 പൂക്കൂടെ കൊടുത്തു വിട്ടു. ഒന്ന് ഒറിജിനലും മറ്റേത് ഡ്യൂപ്ലിക്കേറ്റും. തൊടാതെയും മണക്കാതെയും ഒറിജിനൽ കണ്ടുപിടിക്കണം. അതായിരുന്നു ടാസ്ക്. സോളമൻ കൊട്ടാരത്തിൻ്റെ ജനാല അങ്ങ് തുറന്നിട്ടു. തേനീച്ചകൾ ഒന്ന് ഒറിജിനലും ഒന്നില്ല. സാധാരണ രീതിയിൽ ചോദിച്ചാൽ ഒരു പ്രയോജനമില്ലെന്നറിയാം. അതാണ് ഈ 2 പാവം തേനീച്ചകൾ ഉപയോഗിക്കേണ്ടി വന്നത്.
കുറേ കൊലക്കേസുകൾക്ക് മഹസർ എഴുതിയ പരിചയം വെച്ച് നീ തെളിവുകളൊക്കെ നശിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടല്ല ഈ കേസിന് ഒരു ക്ലിയർ സൂയിസൈഡിൻ്റെ സ്വഭാവം കിട്ടിയത്. ബിനു ഒരു വലങ്കൈനായിരുന്നു. അയാൾ പോയിന്റ് ബ്ലാങ്കിൽ സൂയിസൈഡ് ചെയ്യുമ്പോൾ വലത് ചെന്നൈയിൽ തോക്ക് വയ്ക്കൂ. പക്ഷേ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഇൻറ്റിമേറ്റ് പൊസിഷനിൽ ദാ ഇങ്ങനെ ഷൂട്ട് ചെയ്താലും സൂയിസൈഡായി തോന്നും. ആ ലെഫ്റ്റ് ഹാൻഡറെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ക്രൈം നമ്പർ 175/2021 അന്വേഷണ ഉദ്യോഗസ്ഥൻ CI സോളമൻ. യെസ്, പ്രൊസീഡ്. സർ, ബിനു അലക്സ് 45 ലക്ഷം വില വരുന്ന കൊക്കൈൻ പിടിച്ചെടുത്തിരുന്നു. തൊണ്ടയായിട്ട് കഞ്ചാവ് വെച്ചിട്ട് ഈ കൊക്കൈൻ മറച്ചു വിൽക്കാൻ ശ്രമിച്ചതിന് തെളിവുകളുണ്ട്. മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കേസിൽ ബിനുവിനെതിരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സസ്പെൻഷൻ ഉണ്ടാവുമെന്ന് ബിനു അലക്സിന് അറിയാമായിരുന്നു സർ. കൂടാതെ ഡ്രഗ് ഡീലേഴ്സിൻ്റെ ത്രെട്ടും. കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു സർ. അതുകൊണ്ടാവാം മരണസമയത്ത് അയാൾ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു. വാവ്, എന്താ ഒരു ടൈമിങ്. ഞാനിപ്പോൾ വിചാരിച്ചുള്ളൂ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. താനൊക്കെ ഒരു മനുഷ്യനാണോടോ? ഞാൻ മനുഷ്യൻ തന്നെയാ. പച്ച 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 മനുഷ്യൻ. എന്താ എൻ്റെ വാവയ്ക്കൊരു ഡൗട്ട്? ഓ, കൂട്ടുകാരിയുടെ വാക്കും കേട്ട് വന്നേക്കോ എൻ്റെ മനുഷ്യത്വം ടെസ്റ്റ് ചെയ്യാൻ. എന്റെ മനുഷ്യത്വം ടെസ്റ്റ് ചെയ്യടി. വാ. തനിക്കിതെന്താണെന്നറിയോ? താനിതൊന്ന് വിരലിട്ടെന്നപ്പോ എന്നോട് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? താന് തന്നെയല്ലെന്നു സുജാനോടും പറഞ്ഞ. എടി, എല്ലാ പെണ്ണുങ്ങളോടും വേറെ വേറെ പറ്റുമോ? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ പറയുന്നതിന്റെയും ചെയ്യുന്നതിന്റെയും പർപ്പസ് ഒന്നുമില്ലേ? ക്രൈം സീനിൽ വന്ന ആരുമായും സ്ട്രഗിൾ ചെയ്തതിൻ്റെ യാതൊരു തെളിവുമില്ല. എനിക്ക് ഈ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഇഷ്ടം. നീ ബലം പിടിച്ചോ. Shoot. Shoot. വണ്ടി ഇടിച്ച് വായു വലിങ്ങിട്ട് ചത്തു പോണേക്കാളും സൂപ്പറില്ലടി. ഗെറ്റിംഗ് കിൽഡ് വെൽ കിസ്സിങ് യു. എൻ്റെ ക്ലൈനെ, നിന്റെ കാര്യം കഷ്ടമാണ്. അമ്മച്ചീരെ കീമ എത്ര എണ്ണം ബാക്കിയുണ്ട് മോളെ? അനിയത്തിമാരെ രണ്ടിനും പഠിപ്പിക്കണ്ട നമുക്ക്. ആത്മഹത്യ ചെയ്യാനുള്ള വക പോലെ അല്ലല്ലോടി നിനക്ക്. എന്നിട്ടാണ് നീ എന്നെ വെടിവെക്കാൻ പോകുന്നത്. വെടിവെക്കണം നിനക്ക്, വെടിവെക്കണം.
ഇവിടെ പൊട്ടിക്കും നടുവില്ല പൊട്ടിക്ക് ബുള്ളറ്റ് കയറുമ്പോ നല്ല മെഡിറ്റേഷൻ ഫിറ്റ് അല്ലേ ഇതാണ് തോക്കിന്റെ ചീസ് സ്പോട്ട് ഉണ്ടാഷൂന്ന് കയറും ട്രിഗർ വലിക്കും ട്രിഗർ വലിക്കും പ്ലീസ് വലിക്കും ഒറ്റ ടൈൽ എൻ്റെ ഈ തരിപ്പങ്ങ് തീരും പക്ഷെ നീയോ വെടിപൊട്ടിച്ച് നോക്ക് പോലീസ് ക്വാർട്ടേഴ്സിലുള്ളവർ മുഴുവൻ കേൾക്കും പിന്നെ ജയിലിൽ കിടന്ന് ചപ്പാത്തി പരത്താം തട്ടുകടക്കാരൻ്റെ മോക്ക് ആകെ നനഞ്ഞു വട്ടി You are inviting me. ദിവസം തോറും കുറഞ്ഞത് 24 പേർ, അതായത് മണിക്കൂറിൽ ഒരാൾ വീതം ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ബിനു അലക്സിന്റെ മരണവും ഒരു ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം.